ആമോസ് അധ്യായം 1. തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസ്സിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകനായ യൊരോബയാമിന്റെ കാലത്തും ഭൂകമ്പത്തിനു 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെക്കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്നു ഗർജിച്ചു, യെരുശലേമിൽ നിന്നു തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചൽ പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിന്റെ കൊടുമുടി വാടിപ്പോകും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദമ്മേശക്കിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പുമെതിവടികൊണ്ടു മെതിച്ചിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ ഹസായേൽ ഗൃഹത്തിൽ ഒരു തീ അയക്കും, അത് ബെൻഹദദിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ ദമ്മേശക്കിന്റെ ഓടാമ്പൽ തകർത്ത് അവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏദൻ ഗൃഹത്തിൽ നിന്നു ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അരാമ്യർ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടിവരും എന്നു യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഗസയുടെ 3-4 അതിക്രമം നിമിത്തം അവർ എദോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. എന്റെ കൈ എക്രോന്റെ നേരെ തിരിക്കും, ഫിലിസ്ത്യരിൽ ശേഷിപ്പുള്ളവർ നശിച്ചുപോകുമെന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സോരിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം എദോമിന് ഏൽപ്പിച്ചു കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ സോരിന്റെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എദോമിന്റെ 3-4 അതിക്രമം നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തന്റെ കോപം സദാകാലം കടിച്ചുകീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയുകയും ദേഷ്യം സദാകാലം വച്ചുകൊള്ളുകയും ചെയ്തിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അത് ബൊസ്രായിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അമോന്യരുടെ 3-4 അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിനു ഗിലെയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ രബ്ബായുടെ മതിലിനകത്ത് ഒരു തീ കത്തിക്കും, അത് യുദ്ധദിവസത്തിലെ ആർപ്പോടും പിശറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും, അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്നു യഹോവ അരുളി ചെയ്യുന്നു.